ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും അള്ളാഹുവിന്റെ അതിഥികളായി പരിശുദ്ധ കർമാലയം ലക്ഷ്യം വെച്ച് ഹജ്ജ് എന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു സംഘം ആളുകൾ യാത്ര തിരിച്ചു കഴിഞ്ഞ സന്ദർഭത്തിലാണ് നാം ഉള്ളത്. അള്ളാഹുവിന്റെ ദീൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല ആരാധനകളെ പഠിപ്പിച്ച കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ എല്ലാ ആരാധനകളും ഉൾച്ചേരുന്ന വിധത്തിൽ നമസ്കാരത്തിന്റെയും നോമ്പിന്റെയും സമ്പത്ത് വിനിയോഗിക്കേണ്ട സക്കാത്തിന്റെയും ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും ഹിജ്റയിലെയും ഒക്കെ ആത്മീയ അംശങ്ങൾ ഉൾച്ചേരുന്ന ഒന്നാണ് പരിശുദ്ധ ഹജ്ജ് എന്ന് നമുക്കറിയാം. ഇസ്ലാം കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഇസ്ലാം എന്ന ദീൻ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നതിന്റെ അഞ്ചാമത്തെ തോട് എന്നാണ് ഹജ്ജിനെ കുറിച്ച് ഏറ്റവും ലളിതമായി നാം പറയുക. കേവലം 6 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഏതാനും ചില അമലുകൾ, ചെല്ലൽ പ്രാധാന്യമില്ലാത്ത ചെയ്യൽ പ്രാധാന്യം കൊണ്ട് ശ്രദ്ധേയമായ ഒന്നാണ് ഹജ്ജ്. പ്രത്യേകമായ ഏതെങ്കിലും പ്രാർത്ഥനകളോ പ്രത്യേകമായ ഏതെങ്കിലും വർത്തമാനങ്ങളോ അല്ല, മറിച്ച് ബാഹ്യമായ അർത്ഥത്തിൽ ആരാധനകളുടെ ഭാവം ഒന്നും തോന്നാത്ത ഏതാനും ചില കർമ്മങ്ങൾ പരിശുദ്ധ കർമാലയത്തിന് ചുറ്റുമുള്ള ചില നടത്തം, സഫർകൾക്കിടയിലുള്ള സഹിയൽ, മുടി കുടിക്കൽ, മിനയിലും മുസ്ദലിഫയിലും അറഫയിലുമൊക്കെയുള്ള പ്രത്യേകമായ ചില സന്ദർഭങ്ങളിലെ നിൽക്കലും ഇരിക്കലും കിടക്കലുമൊക്കെയായി കഴിച്ചുകൂട്ടുന്ന സമയങ്ങൾ. ഇതിലൊന്നിനും ബാഹ്യമായ അർത്ഥത്തിൽ നമ്മൾ പരിശോധിച്ചാൽ ഒരു ആരാധനയുടെ ഭാവമോ ഇബാദത്തിന്റെ രൂപമോ അതിന് നമുക്ക് കാണാൻ സാധ്യമല്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു. ആ വിളിയിലൂടെ 4000 വർഷങ്ങൾക്ക് മുൻപ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മനുഷ്യനെയും അദ്ദേഹത്തിന്റെ മകനായിരുന്ന ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും സഹസ്രാബ്ദങ്ങൾക്ക് ഇപ്പുറം നമ്മളിലേക്ക് എന്നെയും പിന്നെയും കൊണ്ടുവരികയാണ്. അതല്ലെങ്കിൽ നമ്മെ 4000 വർഷങ്ങൾക്ക് അപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. പരിശുദ്ധ ഹജ്ജുമായി ബന്ധപ്പെട്ട പാഠങ്ങൾ പഠിക്കുമ്പോൾ പരിശുദ്ധ കഅബാലയം സ്ഥാപിക്കപ്പെടുന്ന ചരിത്ര മുഹൂർത്തം മുതൽ അല്ലെങ്കിൽ പരിശുദ്ധ കഅബാലയം സ്ഥാപിക്കപ്പെടുന്നതിലേക്ക് വഴിതിരിക്കുന്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ത്യാഗപൂർവമായ ജീവിതം മുതൽ ആരംഭിക്കണം. ഭൂമിയിലെ ആദ്യത്തെ ആലയം, ആദ്യത്തെ ഭവനം ദേവാലയമാണ്. ഇന്ന അവല ബൈത്തിൽ ഉദയലില്ലാസി ലല്ലദീ ബിബക്കത മുബാറക വഹുദൻ ലിൽ ആലമീൻ. ആ വർത്തമാനത്തിലുണ്ട് യഥാർത്ഥത്തിൽ പരിശുദ്ധ കഅബാലയം എന്ന് പറയുന്ന ഭൂമിയിലെ ആദ്യത്തെ ആലയം, ആദ്യത്തെ ഭവനം, ആദ്യത്തെ ദേവാലയം. ഇന്ന അവല ബൈത്തിൽ ഉദയലില്ലാസി ലല്ലദീ ബിബക്കത മുബാറക, അനുഗ്രഹീതമായ മക്കയിൽ ഭൂമിയിലെ ആദ്യത്തെ ഭവനം നിർമ്മിക്കപ്പെടുന്നു.
ഭൂമിയിലെ ആദ്യത്തെ ഭവനം നിർമ്മിക്കപ്പെടുന്ന മണ്ണിനെ അള്ളാഹു അനുഗ്രഹീതമായ മക്ക എന്ന് വിളിച്ചു. പക്ഷെ അവിടെ നിർമ്മിക്കപ്പെട്ട ആ ഭവനത്തിന്റെ ലക്ഷ്യം എന്തെന്ന് ചോദിച്ചാൽ ഭൂമിയിൽ ആരംഭിക്കും മനുഷ്യരാശിക്ക് വേണ്ടി മാർഗദർശനമാണ്. ഒരൊറ്റ വർത്തമാനം കൊണ്ട് യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ നമ്മൾ ആലോചിച്ച് നോക്കും. പരിശുദ്ധ കഅബാലയം എന്ന് പറയുന്ന ഭൂമിയിലെ ആദ്യത്തെ ഭവനം അല്ലാഹു നിർമ്മിച്ചത് മാനവരാശിയെ വഴി കാണിക്കാനാണ്, മനുഷ്യ സമൂഹത്തെ, മുസ്ലിങ്ങളെയല്ല. മക്കയിൽ അപ്പോൾ ജീവിച്ചിരുന്നതോ പിന്നീട് മക്കയിൽ ജീവിതം ആരംഭിച്ചതോ ആയ ആളുകളെ കുറിച്ചല്ല, മനുഷ്യരെ കുറിച്ചാണ്. അപ്പൊ മനുഷ്യനെ നേർമാർഗത്തിലേക്ക് നയിക്കാൻ, ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് നയിക്കുക എന്നതാണ് പരിശുദ്ധ കഅബാലയം സ്ഥാപിച്ചതിന്റെ പിന്നിലെ ആദ്യത്തെ ഏറ്റവും പ്രധാനവുമായ ലക്ഷ്യം. എങ്ങനെയാണ് ഇത് സംഭവിക്കുക? ഇനി അത് മാത്രമല്ല, ആ പരിശുദ്ധ കഅബാലയത്തെ പടുത്തുയർത്താൻ വേണ്ടി വൈകിട്ട് ബൊഫനായി ഇബ്രാഹീമ മക്കാൻ അൽ ബൈത്ത്, ഇബ്രാഹീമിന് ആ ഭവനം പടുത്തുയർത്താനുള്ള സ്ഥാനം നാം നിർണയിച്ചു കൊടുത്ത സന്ദർഭം ബൊഫന എന്നാണ് പറയുന്നത്. ബൊഫന സ്ഥാനം നിർണയിച്ചു കൊടുക്കുകയാണ്. ഒരു പ്രത്യേകമായ പോയിന്റ് ഉണ്ട്, ഒരു പ്രത്യേകമായ ആംഗിളുണ്ട്. ആ ആംഗിളിൽ അല്ലെങ്കിൽ ആ പ്രത്യേകമായ പോയിന്റിന് നിർമ്മിതമായ അതിർവരമ്പുകൾക്കുള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കുന്ന ആ സ്ഥാനനിർണയം നടന്നിടത്ത് എന്തിനു വേണ്ടി ആ ഭവനം പണിതു എന്ന് ചോദിച്ചാൽ അല്ലാ തുശ്രിക് ബി ശൈഅ, ശിർക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ എവിടെയെത്തി ആ ഭവനത്തിന്റെ നിർമ്മാണത്തിന്റെ ലക്ഷ്യം? നമ്മൾ ആലോചിച്ച് നോക്കുക. അവിടെ പരിശുദ്ധ കഅബാലയം പണിയുമ്പോൾ വിഗ്രഹങ്ങളില്ല. അവിടെ പരിശുദ്ധ കഅബാലയം പണിയുമ്പോൾ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിൽ വിശ്വസിക്കുന്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ വളരെ അപൂർവമായി 2 or 3 തവണ മാത്രം കണ്ടുപരിചയമുള്ള ഒരു ജനസമൂഹമാണ്. പക്ഷെ അവിടെ പരിശുദ്ധ കഅബാലയം പടുത്തുയർത്തുന്നതിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു അല്ലാ തുശ്രിക് ബി ശൈഅ, ശിർക്കിനെ നിരാകരിക്കലാണ് അതിന്റെ ലക്ഷ്യം. അല്ലാഹുവിൽ പങ്കാളികളാക്കുന്ന ഏതെല്ലാം ശക്തികളുണ്ടോ അതിനെല്ലാം നിരാകരിക്കലും തൗഹീദ് സ്ഥാപിച്ചെടുക്കലുമാണ് പരിശുദ്ധ കഅബാലയം. ഇത് വളരെ സുപ്രധാനമായ ഒരു വലിയ പാഠം എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കഅബാലയം എന്ന് പറഞ്ഞാൽ നമ്മളുമായിട്ട് വൈകാരികമായ ഏറ്റവും സൂക്ഷ്മതലത്തിൽ ബന്ധം പുലർത്തുന്ന ഒന്നാണ്. ഉള്ളുകൊള്ളയായ ഒരു കെട്ടിടം, 12 മീറ്റർ നീളവും 10 മീറ്റർ വീതിയും 14 മീറ്റർ ഉയരവും ഒരല്പസ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റവ്യത്യാസമുള്ള ഉള്ളുകൊള്ളയായ ഒരു കെട്ടിടം. പക്ഷേ ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും 200 കോടിയിൽ പരം വരുന്ന ഇസ്ലാമിക സമൂഹം 5 നേരവും തിരിഞ്ഞു നിന്ന് നമസ്കരിക്കുന്നത് അവിടേക്കാണ്. ഓർമ്മ വെച്ച കാലം മുതൽ നമ്മളൊക്കെ ഉറങ്ങാൻ കിടന്നാൽ വലതുവശം തിരിഞ്ഞ് കിടന്നാൽ കഅബാലയം കിട്ടണം, നമ്മുടെ ആഗ്രഹമാണ്. മറയുണ്ടെങ്കിൽ പോലും ആ കഅബാലയത്തിന് മുന്നിട്ടുകൊണ്ടോ പിന്നിട്ടുകൊണ്ടോ മലമൂത്ര വിസർജനം നടത്തുന്നത് അനഭിലഷണീയമായി കരുതുന്ന ഫിത്നയാണ് നമ്മൾ. രോഗാണുകമായി മരണാസന്നരായി കിടക്കുന്നവരെ നാം കഅബാലയത്തിലേക്ക് തിരിച്ചു നടന്നു. എന്നെയും നിങ്ങളെയും ഒരു മണവാളനെ പോലെ അണിഞ്ഞൊരുക്കി എല്ലാ പരിഗണനകളോടുകൂടി കബറിലേക്ക് കൊണ്ടുപോയി ഇറക്കി വെക്കുമ്പോ കഅബാലയത്തിലേക്ക് നമ്മുടെ മുഖം തിരിച്ചു വെക്കും. ഇതൊരു വലിയ ചേർത്തുവെക്കലാണ്. ഞാൻ ജീവനുള്ളപ്പോഴും ജീവനില്ലാത്തപ്പോഴും എന്റെ മുഖം തിരിഞ്ഞിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫത്തറ സ്സമാവാതി വൽ അർദ് എന്നതുപോലെ
ആകാശഭൂമികളെ സൃഷ്ടിച്ച ഇടയതമ്പുരാനായ അള്ളാഹുവിലേക്കാണ് ഞാൻ തിരിഞ്ഞിരിക്കുന്നത് എന്നതുപോലെ എന്റെ മുഖം പ്രകടമായി തിരിഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കേന്ദ്രമാണ്. ആ കഅബയെ കാണാൻ ആഗ്രഹിക്കാത്ത ഏത് മനുഷ്യരാണുള്ളത്? ആ കഅബയെ കണ്ടിട്ട് എനിക്ക് കൊതി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞ ഏത് മനുഷ്യരാണുള്ളത്? പലയാവർത്തി ഹജ്ജിന് പോയവരും ഉംറക്ക് പോയവരും പരിശുദ്ധ കഅബയെ കണ്ടും നടന്നും ഇരുന്നും തവാഫ് ചെയ്തുമൊക്കെ ആവോളം ആസ്വദിച്ചവരുണ്ട്. പക്ഷേ ഇന്നോളം ആസ്വദിച്ച ഏതെങ്കിലും ഒരു മനുഷ്യൻ എനിക്ക് ആ കഅബയെ കണ്ട് മതിയായി, ഇനി മതി എന്ന് പറഞ്ഞ ആ ആസ്വാദനം കൊണ്ട് അവസാനിപ്പിച്ചവരുണ്ട്. അത്രയും വൈകാരികമാണ് പരിശുദ്ധ കഅബയും നമ്മളും തമ്മിലുള്ളത്. ആ വൈകാരികതയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് വെക്കുന്നത്. ഈ കഅബയെ വെറുതെ നിർമ്മിച്ചതല്ല. ഇതിന്റെ ഒന്നാമത്തെ പരമപ്രധാനമായ ലക്ഷ്യം സർവാധിനാഥനായ റബ്ബുൽ ഇസ്സത്തായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാണ്. പരിശുദ്ധ കഅബയിൽ 360 പരം വിഗ്രഹങ്ങൾ ഉണ്ടാകുന്നത് ഏത് കാലഘട്ടത്തിലാണ്? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇത് പടുത്തുയർത്തിയതിനു ശേഷം 2500 വർഷം പിന്നിടുമ്പോഴാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി കടന്നു വരുന്ന ഒരു സാഹചര്യത്തിലാണ് 360ഓളം വിഗ്രഹങ്ങൾ അവിടെ ഉള്ളത്. പക്ഷെ അതേ സന്ദർഭത്തിലും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു പറയുന്ന വർത്തമാനം ഇത് ഏകദൈവാരാധനയുടെ കേന്ദ്രമാണ്, ശിർക്കിന്റെ നിരാകരണമാണ്, തൗഹീദിന്റെ സ്ഥാപനമാണ് എന്നെല്ലാം അത് പടുത്തുയർത്തിയതിനു ശേഷം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ, സുദീർഘമായ പ്രാർത്ഥനകളുടെ കൂട്ടത്തിലെ കാമ്പും കാതലുമുള്ള ഒരു വശം അല്ലാഹുവേ എന്നെയും എന്റെ സന്താന പരമ്പരകളെയും വിഗ്രഹാരാധനയിൽ നിന്ന് രക്ഷപ്പെടുത്തി എപ്പോഴും നടത്തിയ പ്രാർത്ഥനയാണ്. എന്റെയും എന്റെ സന്താന പരമ്പരകളെയും വിഗ്രഹാരാധനയിൽ നിന്ന് രക്ഷപ്പെടുത്തണം. വിഗ്രഹങ്ങളെ കച്ചവടത്തിന്റെ പേരിൽ ചരിത്രം വിശദമാണ്, നമുക്കറിയാം. നമ്രൂദിന്റെ തീക്കുണ്ടാനങ്ങളിലേക്ക് മിഞ്ചരീക്ക് എന്ന് പറയുന്ന വാഹനത്തിൽ നിന്ന് എടുത്തെറിയപ്പെട്ട പ്രവാചകനാണ്. ആ പ്രവാചകനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആവശ്യപ്പെടുന്നത്, അല്ലാഹുവേ എന്നെയും എന്റെ സന്താന പരമ്പരകളെയും വിഗ്രഹാരാധനയിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. അള്ളാഹുവിന്റെ അതിഥികളായി യാത്ര തിരിക്കുന്ന ഓരോരുത്തരുടെയും അവൻ ഏത് ഭാഷ സംസാരിക്കുന്നവരായിക്കോട്ടെ, ലോകത്തിന്റെ ഏത് കോണിൽ നിന്ന് പുറപ്പെടുന്നവരായിക്കൊള്ളട്ടെ, അവൻ വിളിച്ചു പറയാനുള്ള മന്ത്രം എന്ന് പറയുന്നത് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് എന്നതാണ്. അള്ളാഹുവേ നിന്റെ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്തിരിക്കുന്നു. നീ എന്നെ വിളിച്ചിട്ടുണ്ട്. നിന്റെ ഖലീലായി നീ പ്രത്യേകം തെരഞ്ഞെടുത്ത ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ട് എന്നെ വിളിപ്പിച്ച ആ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്തിരിക്കുന്നു. ആ ഉത്തരം ചെയ്യുന്ന ഒരു ശൈലിയുണ്ടല്ലോ, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. നിന്റെ വിളിക്കാണ് ഞാൻ ഉത്തരം ചെയ്തത്, നിന്റെ വിളിക്ക് ഉത്തരം ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ലബ്ബൈക ലാ ശരീക ലക, നിനക്ക് പങ്കുകാരനില്ല. ആരായും പറയുന്നത് നമ്മൾ ആലോചിച്ചു നോക്കും. അള്ളാഹുവിനെ കൂടാതെ ഒരുപാട് നേർച്ചക്കാരെ വിശ്വസിക്കുന്നു. അള്ളാഹുവിനെ കൂടാതെ ധാരാളം മഖബറകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആളുകൾക്ക് ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കണം. ഞങ്ങളുടെ അസുഖം മാറ്റാൻ കഴിയുമെന്ന് വിശ്വസിക്കണം. അരയിലും കയ്യിലുമൊക്കെ ചേർത്ത് കെട്ടിയ ഐക്കല്ലുകൾക്കും ഏലസുകൾക്കുമൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തോ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നും ഞങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നും വിശ്വസിക്കുന്ന അങ്ങനെയുള്ള കുറെ ദൗർബല്യങ്ങളിലും ചാബല്യങ്ങളിലും അടയിരിക്കുന്ന മനുഷ്യനും വിളിച്ചു പറയുന്നുണ്ട്, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. നിനക്ക് യാതൊരു പങ്കുകാരനുമില്ല. ഇന്നൽ ഹംദ വൽനിഅമത ലക വൽ മുൽക്ക്. ഇന്നൽ ഹംദ്, എല്ലാ സ്തുതിയും എന്റെ എല്ലാ പേട്ടകളും എന്റെ എല്ലാ പ്രാർത്ഥനകളും എല്ലാ സ്തുതിയും ഞാൻ അർപ്പിക്കുന്നത് നിനക്കാണ്. വൽനിഅമത്,
ഇന്നൽ ഹംദ വന്നിഅമത, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടല്ലോ ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉടയവൻ നീയാണ്. ആ ഉടയവൻ നീയാണ് എന്നതിന്റെ ഏറ്റവും വലിയ സാക്ഷാത്കാരമാണ് മുൽക്ക് എന്ന പദം കൊണ്ട് അവസാനിപ്പിച്ചത്. ലക്കമൽ മുൽക്ക്, ആധിപത്യം നിലക്കാണ്. നീ എന്ന് പറയുന്ന ഉടമസ്ഥന്റെ മുമ്പിലേക്കാണ് ഞാൻ സഞ്ചരിക്കുന്നത്. നിനക്കല്ലാതെ ഉടമസ്ഥാവകാശമില്ല. നിനക്കല്ലാതെ എന്റെ ശരീരത്തിന്റെ കാര്യത്തിൽ, എന്റെ ആത്മാവിന്റെ കാര്യത്തിൽ, എന്റെ ജീവിതത്തിന്റെ കാര്യത്തിൽ, എന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ, എന്റെ സമ്പത്തിന്റെ കാര്യത്തിൽ എന്ന് വേണ്ട ജീവിതത്തിലുടനീളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനുഭവിച്ചും ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സകലമായ നിയമങ്ങളുടെയും കാര്യത്തിൽ ഉടയവൻ നീ മാത്രമാണ് നാഥ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ആ പോകുന്നത്. ഈ പറച്ചിൽ എവിടെ നിന്നാണ് രൂപപ്പെട്ടത്? മുശ്രിക്കുകളായ ആളുകൾ നടന്നു നീങ്ങിയ നടപ്പാടുകളുണ്ട് മക്കയിൽ. അവർ പരിശുദ്ധ കഅബാലയത്തെ വലം വെച്ചുകൊണ്ട് നടന്ന സമയത്ത് അവരും വിളിച്ചു പറഞ്ഞിരുന്നു, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. അല്ലാഹുവേ, നിനക്ക് ഉത്തരം ചെയ്യുകയാണ്, നിനക്കൊരു പങ്കുകാരനുമില്ല. പക്ഷേ ഇല്ലാ ശരീക ഹുവലക് തംലികുഹു വമാ മലക്, നീ ഉടമപ്പെടുത്തിയതുണ്ട്, നീ ഉടമപ്പെടുത്തിയ ചില പങ്കാളികളുണ്ട്, ആ പങ്കാളികളെ നീ ഉടമപ്പെടുത്തിയിരിക്കുന്നു എന്ന് ഒരുപാട് ദിക്റുകളെ, വത്തിനെ, സുവാഇനെ, യഹൂക്കിനെ, യഹൂസിനെ, നസ്റിനെ, ലാത്തയെ, ഉസ്സയെ, മനാത്തയെ, ഹുബലിനെ, നായിലയെ, അസാഫിനെ, എന്തുമാത്രം വിഗ്രഹങ്ങളായിരുന്നു. ഓരോന്നിലും വിശ്വസിക്കുന്ന മനുഷ്യൻ പറഞ്ഞു, നീ ഉടമപ്പെടുത്തിയ ഈ വിഗ്രഹമുണ്ട്, അതിലേക്ക് കൂടിയാണ് എന്റെ ഈ യാത്ര. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാ, തീർച്ചയായും സഫയും മർവയും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ്. അള്ളാഹുവിന് ഒരുപാട് ചിഹ്നങ്ങളുണ്ട്. ആ ചിഹ്നങ്ങളുടെ കൂട്ടത്തിൽ സവിശേഷ പ്രാധാന്യമറിയിക്കുന്ന ഹജ്ജിന്റെ ഭാഗമായി വിലയിരുത്തപ്പെടുന്ന രണ്ട് ചിഹ്നങ്ങളിൽപ്പെട്ടതാണ് സഫയും മർവയും. എന്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ പ്രത്യേകം എടുത്ത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, സുദീർഘമായ ചരിത്ര പശ്ചാത്തലത്തിൽ ഒരിക്കൽ ഒരു ഘട്ടത്തിൽ സംസം കിണറിന്റെ പുനർനിർമ്മാണം അല്ലെങ്കിൽ സംസം കിണർ മൂടിപ്പോയിടത്തു നിന്ന് അബ്ദുൽ മുത്തലിബ് അതിനെ പിന്നെയും തിരിച്ചെടുത്ത ഒരു ചരിത്ര സന്ദർഭമുണ്ട്. ആ ചരിത്ര മുഹൂർത്തത്തിൽ അതിനെ എതിർത്ത ഒരുപാട് അറബികൾ, അതിനെ എതിർക്കാൻ അവൻ ന്യായവാദം ഉന്നയിക്കുന്നത് 3 വിഗ്രഹങ്ങൾ, ഹുബല്, നാഇല, അസാഫ് എന്ന് പറയുന്ന 3 വിഗ്രഹങ്ങൾ അവിടെ സ്ഥാപിക്കപ്പെട്ടു എന്നതാണ്. അവസാനം എല്ലാവരുടെയും സമ്മതത്തോടുകൂടി ഹുബലിനെ മർവയിലും അസാഫിനെ സഫയിലും നായിലയെ മറ്റൊരിടത്തുമായി 3 ഇടങ്ങളിൽ സ്ഥാപിച്ചു വെച്ചു. പക്ഷെ പിന്നീട് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, പിൽക്കാലഘട്ടത്തിലെ ഹാജിമാരൊക്കെയും സഫാമർവകൾക്കിടയിൽ സഖിയ നടത്തിയപ്പോ മർവയിൽ ചെന്നാൽ ഹുബലിനെ ഒന്ന് ഒളിഞ്ഞു നോക്കും, ഹുബലിനെ തലോടും, സഫയിലെത്തിയാൽ അസാഫിനെ തലോടും. അവസാന സന്ദർഭമായപ്പോൾ ആളുകൾ വിചാരിച്ചു, ഞങ്ങൾ സഫയിലും മർവയിലുമല്ല ഓടുന്നത്, അസാഫിന്റെയും ഹുബലിന്റെയും ഇടയിലാണ്. അസാഫിനെയും ഹുബലിനെയും കാണാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അവിടെ വിശുദ്ധ ഖുർആൻ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, അല്ല, നിങ്ങൾ അസാഫിനെയും ഹുബലിനെയും കാണാനല്ല, സഫയും മർവയും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ്. നിങ്ങൾ സഫാ മർവകൾക്കിടയിൽ നിങ്ങൾ ഓടുന്നുണ്ടെങ്കിൽ, സഹി നടത്തുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ തൃപ്തി ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അത് ഹാജറാബിയിൽ ഓടിയതുകൊണ്ടാണ്, അള്ളാഹുവിന്റെ പൊരുത്തം ആംശിച്ചുകൊണ്ടാണ്. അള്ളാഹുവിന്റെ സ്വർഗം എന്ന് പറയുന്ന ഏറ്റവും പരമമായ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് നിങ്ങളുടെ യാത്ര. നിങ്ങൾ അസാഫിനെയും ഹുബലിനെയുമല്ല നിങ്ങൾ അവിടെ കാണേണ്ടത്. ഇത് പറയുന്നത് മക്കാ വിജയത്തിന്റെ മുൻപാണ്. മക്കാ വിജയത്തിന്റെ സന്ദർഭത്തിൽ ആ ഹുബലിനെയും നാഇലയെയും അസാഫിനെയും എന്തെല്ലാം വിഗ്രഹങ്ങളെല്ലാം മൂടിക്കിടന്നിരുന്ന പരിശുദ്ധ കഅബാലയത്തിൽ നിന്ന് 360 വിഗ്രഹങ്ങളെയും ഉടച്ചു കളഞ്ഞു. എല്ലാത്തിനെയും എടുത്തു.
ആ എടുത്തു കളയുന്ന സന്ദർഭത്തിലുള്ള മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്കുലിയുണ്ട്. അല്ലാഹു അക്ബർ എന്ന ഏറ്റവും മനോഹരമായും ഏറ്റവും വിപ്ലവാത്മകമായും ഏറ്റവും മധുരോദാരമായ പ്രതികാരമായും നിർവഹിക്കപ്പെട്ട ബാങ്കുലിയാണ്. മധുരോദാരമായ പ്രതികാരം. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞതിന് ആ കഅബാലയത്തിന് ചുവട്ടി ചാട്ടവാറടിയേറ്റ ബിലാലാണ്. അള്ളാഹുവിൽ വിശ്വസിച്ചതിന്റെ ആ കഅബാലയത്തിന്റെ ചുവട്ടി ഭാരമേറിയ പാറക്കല്ല് നെഞ്ചിൽ കയറ്റിവെച്ച് മരണത്തെ മുഖാമുഖം കാണേണ്ടി വന്ന ബിലാലാണ്. ആടിന് വെള്ളം കൊടുക്കുന്ന വലിയ തകിടപ്പാട്ടുകളിൽ തിളച്ചു കിടക്കുന്ന വെള്ളത്തിൽ മുഖം മുക്കിപ്പിടിച്ച് ശ്വാസം മുട്ടി മരണത്തെ മുഖാമുഖം ദർശിക്കേണ്ടി വന്ന ബിലാലാണ്. ഇപ്പോൾ പരിശുദ്ധ കഅബാലയത്തിന്റെ മുകളിൽ കയറിയിട്ട് ഏത് അല്ലാഹു അക്ബർ പറഞ്ഞപ്പോഴാണോ അടിയേൽക്കേണ്ടി വന്നത്, ഏത് അല്ലാഹു അക്ബർ പറഞ്ഞതിന്റെ പേരിലാണോ മരണത്തെ മുഖാമുഖം കാണേണ്ടി വന്നത്, അതേ അല്ലാഹു അക്ബർ മധുര പ്രതികാരമായി മക്കയിൽ അലയടിച്ചതായിരുന്നു പരിശുദ്ധ മക്കാ വിജയം എന്ന് പറയുന്നത്. ആ മക്കാ വിജയത്തിലെ ഈ പ്രഖ്യാപനം, ഈ അല്ലാഹു അക്ബർ എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ ഞാൻ പറയുന്നത്, അതിന്റെ 2500 വർഷങ്ങൾക്ക് മുൻപ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹീമ മക്കാനൽ ബൈത്തി അല്ലാ തുശ്രിക് ബി ശൈഅ ശിർക്കിനെ നിരാകരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഈ ഭവനത്തിന്റെ വിജയ പ്രഖ്യാപനമാണ്. ലോകത്തോട് കഅബാലയിൽ എന്താണ് പറയുന്നത്? മക്ബറകളിൽ പോകുന്നവരോട് ചോദിക്കാം, മക്ബറയല്ല, ലോകത്തെ ആദ്യത്തെ ഭവനം കഅബാലയമാണ്. ലോകത്തെ ആദ്യത്തെ ഭവനം കഅബാലയമാണ്. അല്ലാഹുവിന്റെ മാലാകമാർ അസ്ഥിവാരമിട്ടേടത്ത് നിന്ന് ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആ അസ്ഥിവാരത്തിൽ നിന്ന് പിന്നെ ഒരു കുഞ്ഞുമഴ ഇറക്കിയിട്ടില്ല, ഇറക്കേണ്ടി വന്നിട്ടില്ല. ആ അസ്ഥിവാരം ഇനിയും ബലപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ച സന്ദർഭമുണ്ട് അബ്ദുൽ മുത്തലിബിന്റെ ഘട്ടത്തിൽ. ആ അസ്ഥിവാരത്തിന് മഴുകൊണ്ട് പ്രഹരിച്ച ആദ്യത്തെ പ്രഹരത്തിന് മക്ക ഒന്ന് സതകുടഞ്ഞു എന്നാണ്. വേണ്ട, അസ്ഥിവാരത്തിൽ തൊട്ട് കളിക്കണ്ട, അത് അള്ളാഹുടെ മലക്കുകളുടെ അസ്ഥിവാരമാണ്. അത് അള്ളാഹുവിന്റെ മാലാകമാരെ കൊണ്ട് അള്ളാഹു നിർമ്മിച്ച അസ്ഥിവാരമാണ്. ആ അസ്ഥിവാരത്തിൽ തൊട്ട് നിങ്ങൾ കളിക്കണ്ട എന്ന് മക്കയിലെ പുനർനിർമ്മാണ വേളയിൽ അബ്ദുൽ മുത്തലിബിന്റെ കാലഘട്ടത്തിലെ ചരിത്ര ഗ്രന്ഥങ്ങൾ നമ്മുടെ മുമ്പിൽ വരച്ചു വെക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് പ്രിയമുള്ളവരെ, ആ ഏകനായ അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പറയാൻ വേണ്ടി മാത്രം സ്ഥാപിക്കപ്പെട്ട ഒരു ഭവനം. ലോകത്തെ മുഴുവൻ മനുഷ്യരുടെയും മുമ്പിൽ ഹുദല്ലിൽ ആലമീൻ, മുഴുവൻ മനുഷ്യരുടെയും മുമ്പിൽ നേർമാർഗത്തിന്റെ വെളിച്ചം വിതറിയാൽ ആ പ്രകാശം കൊണ്ട് എല്ലാ ജാഹിലിയ്യത്തുകളും വഴിമാറി പോകണമെന്ന് അള്ളാഹു തീരുമാനിച്ച ഒരു ഭവനത്തിലേക്കാണ് പ്രിയമുള്ളവരെ ഹാജിമാർ യാത്ര നടത്തുന്നത്. ആ ഭവനത്തിലേക്കാണ് പ്രിയമുള്ളവരെ നമ്മൾ തിരിഞ്ഞു നമസ്കരിക്കുന്നത്. ആ ഭവനത്തിന്റെ നേരെ കൈകൾ ഉയർത്തിയിട്ടാണ് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥനകൾ അർപ്പിക്കുന്നത്. എങ്ങനെയാണ് ഏകദൈവാരാധനയ്ക്ക് വേണ്ടി മാത്രം സ്ഥാപിക്കപ്പെട്ട ആ ഭവനത്തിലേക്ക് തിരിയുന്ന ഒരു മനുഷ്യന് മറ്റുള്ളവരുടെ അന്വേഷണം കൊള്ളുന്നവനോട് പ്രാർത്ഥിക്കാൻ കഴിയില്ല? എങ്ങനെയാണ് തന്റെ കയ്യിലും മഴയിലും ലഭിച്ച ഐക്യകൾക്ക് തങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുക? ഈ സ്ഥാനം പറയാനാണ് അള്ളാഹുവിന്റെ പ്രവാചകന്മാർ ഭൂമിയിലേക്ക് വന്നത്. ഈ സ്ഥാനം പറയുന്നത് പുതിയ ഒരു കാലത്ത് എന്തോ പുതിയ കണ്ടുവരുന്നതല്ല. 4000 വർഷം മുൻപ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ വർത്തമാനമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞ വർത്തമാനമാണ്. ഇതിൽ നമ്മൾ ആലോചിച്ച് നോക്കുക പ്രിയമുള്ളവരെ, ഹജ്ജ് എന്ന് പറയുന്ന ഈ അത്ഭുതകരമായ യാത്ര, ലോകത്ത് ഒരുപാട് യാത്രകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വിദ്യാഭ്യാസത്തിന് വേണ്ടി, തൊഴിലിന് വേണ്ടി, വിനോദത്തിന് വേണ്ടി, ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി. പക്ഷെ പരിശുദ്ധ ഹജ്ജിന്റെ പ്രത്യേകതയാണ് അദ്വിതീയമായ അദൃശ്യനായ അള്ളാഹുവിലേക്കുള്ള ഒരു യാത്രയാണ്. ആ അള്ളാഹുവിലേക്കുള്ള യാത്രയെ വിശുദ്ധ ഖുർആനും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അത് നടത്താൻ ശേഷിയുണ്ടായിരിക്കും നടത്താത്തവരെ കുറിച്ച് പറഞ്ഞ ഏറ്റവും ശക്തമായ താക്കീത് പ്രിയമുള്ളവരെ പലപ്പോഴും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും ഗൗരവത്തോടുകൂടി നമ്മൾ പഠിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ ആല ഇംറാനിലെ 97-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞത് വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. മാർഗം കൊണ്ട് സാധ്യമായ ആളുകൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ
യാത്ര ചെയ്ത് ഹജ്ജ് ചെയ്യണമെന്നത് അള്ളാഹുവിന് വേണ്ടിയുള്ള കർമ്മമാണ്. വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്ത് മൻ ഇസ്തതാഅ ഇലൈഹി സബീല. സമ്പത്തും ശരീരവും ആരോഗ്യവും കഴിവുള്ള മനുഷ്യർ ഹജ്ജ് ചെയ്യണം. ഇനി ഹജ്ജ് ചെയ്യാൻ കഴിവുണ്ടായിരിക്കെ ഹജ്ജ് ചെയ്യാത്ത മനുഷ്യരുണ്ടെങ്കിൽ വമൻ കഫറ ഫഇന്നല്ലാഹ അലിയ്യുൻ ലിൽ ആലമീൻ. വമൻ കഫറ, ആരാണോ നിഷേധിച്ചത്, ആ നിഷേധിയായതിന്റെ പേര് ഹജ്ജ് ചെയ്യാത്തവരെ കുറിച്ചാണ്, നിശ്ചയിക്കാത്തവരെ കുറിച്ചല്ല. ഹജ്ജ് ചെയ്യാത്തവരെ കുറിച്ച് വിശുദ്ധ പറഞ്ഞു, നിങ്ങൾ ഹജ്ജ് ചെയ്യണം കഴിവുള്ളവർ. കഴിവുള്ളവരെ കഴിവുള്ള എല്ലാവരും ഹജ്ജിന് വേണ്ടി ആഗ്രഹിക്കണം. എല്ലാവരും ഹജ്ജിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. എല്ലാവരും ഹജ്ജിന് വേണ്ടി പ്രാർത്ഥിക്കണം. കഴിവുള്ളവർ നിയ്യത്ത് വെക്കണം. കാരണം അത് അള്ളാഹു ഏൽപ്പിച്ച ബാധ്യത, അള്ളാഹുവിന് വേണ്ടി അള്ളാഹു പറഞ്ഞു വെച്ച ബാധ്യതയാണ്. അത് നിർവഹിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ വളരെ കഫറ, നിഷേധിയ, കാഫിറ. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആൽ ഇംറാനിലെ 97 നിങ്ങളെ നിഷേധിച്ചു എന്ന് എഴുതിയിട്ട് അള്ളാഹു സുബ്ഹാനഹു ഫഇന്നല്ലാഹ അലിയ്യുൻ ലിൽ ആലമീൻ. അള്ളാഹുവിന്റെ ഐശ്വര്യത്തിനൊരു കുറവും എവിടെയും സംഭവിക്കും. നിങ്ങളൊരാൾ ചെന്നില്ല എന്ന് എഴുതി അള്ളാഹിന്റെ എന്തെങ്കിലും നഷ്ടമുണ്ടോ? നിങ്ങളൊരാൾ ഹജ്ജിന് ചെന്നില്ല, അള്ളാഹുവിന് യാതൊരു നഷ്ടവും സംഭവിക്കാനില്ല. പക്ഷേ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ കാഫിർ എന്ന് വിശേഷിപ്പിച്ചു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ മലക ദാതൻ വറാഹിലതൻ തബ്ലൗഹു ഇലാ ബൈത്തില്ല. അള്ളാഹുവിന്റെ ഭവനത്തിൽ എത്തിച്ചേരാനുള്ള പാതയവും വാഹനവും ഒരു മനുഷ്യനെ കിട്ടിക്കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ ഭവനത്തിൽ എത്തിച്ചേരാനുള്ള പാതയവും യാത്രയ്ക്കുള്ള വാഹനവും ഒരു മനുഷ്യന്റെ കൈവശം വന്നു കിട്ടിക്കഴിഞ്ഞാൽ തബ്ലൗഹുലാതില്ല അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് എത്താൻ. എന്നിട്ട് വലം യഹുജ്ജ, ആ മനുഷ്യൻ ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ ഫലാ അലൈഹി അൻ യമൂത യഹൂദിയ്യൻ ഔ നസ്റാനിയ്യൻ, അവന് ജൂതനായിട്ടോ ക്രിസ്ത്യാനിയായിട്ടോ മരിക്കാനേ വിധിയുള്ളൂ എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ. ഫലാ അലൈഹി, അവന് വിധിയില്ല. എങ്ങനെയല്ലാതെ ജൂതനോ നസ്രാനിയോ ജൂതനോ ആയിട്ടാണോ മരണപ്പെടുക? എപ്പോ ഹജ്ജ് ചെയ്യാൻ കഴിവുണ്ടായിട്ട് ചെയ്യാതെ മനുഷ്യൻ. അല്ലാഹു റസൂൽ പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ വേറെ വിശദീകരിക്കുന്നു. അല്ലാഹു റസൂലും ഹജ്ജിനെ കുറിച്ച് പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക്, ഹജ്ജ് ചെയ്യാതെ മാറ്റിവെച്ചവരെ കുറിച്ച് പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് വേറെ എന്ത് വിശദീകരണമാണ് നമുക്ക് വേണ്ടത്? ആ 2 വർത്തമാനങ്ങൾ മതി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത്, ലോകം മുഴുവനും ഹജ്ജിന് വേണ്ടിയിട്ട് യാത്ര, ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും ഹജ്ജിന്റെ യാത്രകൾ ആരംഭിച്ചതിന്റെ ഒരു സന്ദർഭമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകദൈവാരാധനയ്ക്ക് വേണ്ടി ഭൂമിയിൽ ആദ്യമായി നിർമ്മിക്കാൻ ആദ്യത്തെ ആലയം, ആദ്യത്തെ ദേവാലയം, അതിന്റെ ലക്ഷ്യം മനുഷ്യന്റെ നേർമാർഗത്തിലേക്ക്, ആ നേർമാർഗത്തിന്റെ വെളിച്ചം കൊണ്ട് എല്ലാ ഇരുട്ടുകളെയും അകഞ്ഞു മാറ്റുക എന്നതാണ്. ഏകദൈവാരാധന സ്ഥാപിക്കുക. ജീവിതത്തിൽ നിന്ന് അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ശക്തികളുടെ മുമ്പിൽ വിധേയപ്പെടുന്ന മനോഭാവമുണ്ടെങ്കിൽ, അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ശക്തികൾ രക്ഷപ്പെടുത്തുമെന്ന ചെറിയൊരു ബോധമെങ്കിലും നമ്മൾ ഉള്ളിൽ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ചവിട്ടി അലച്ചേക്കണം അള്ളാഹുവിന്റെ മാർഗത്തിൽ പരിശുദ്ധ കഅബാലയം. അതാണ് നമ്മളോട് വിളിച്ചു പറയുന്നത്.